ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് രാവിലെ അമ്പലത്തിൽ പോകാൻ റെഡിയായി ഇരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെ കാഴ്ചകളൊന്നും നന്നായിട്ട് കാണാനൊന്നും പറ്റിയില്ല. ഈ നദി കണ്ടോ? ഇതാദ്യം ഞാൻ വിചാരിച്ചത് സൗവർണിക നദി എന്നാണ് കേട്ടോ, പക്ഷെ അതല്ലായിരുന്നു. ഈ പാലത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ, ഈ നമ്മൾ താമസിക്കുന്ന ഹോട്ടലും അമ്പലവും തമ്മിൽ. അമ്പലത്തിലെ ദർശനമൊക്കെ നന്നായിട്ട് തൊഴാൻ സാധിച്ചു. അതുപോലെ തന്നെ സംതൃപ്തിയോടെ തന്നെ വാവകളെ എഴുത്തിനിരുത്താൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിന് ചുറ്റും ഒക്കെ നടന്നു. അമ്പലത്തിന് ചുറ്റും ബാക്കിയുള്ള സ്ത്രീകളൊക്കെ തൊഴുതു. അവിടെ ഫുൾ നടന്നു. ഇവള് വാവ പട്ടുപാവാട ഇട്ടത് കൊണ്ടാണ് ഭയങ്കരമായിട്ട് നടക്കാനുള്ള ഇൻട്രസ്റ്റ് ആൾക്ക് കൂടി. അതെല്ലാം കഴിഞ്ഞ് ഫുൾ ചുറ്റി കറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. നല്ല ചൂട് മസാല ദോശയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് മുരുടേശ്വരത്താണ്. മുരുടേശ്വരം ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നു, പക്ഷെ അവിടെ ചെന്നതിന് ശേഷം തീരുമാനിച്ചതാണ് കേട്ടോ. അത് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു മുരുടേശ്വരത്ത് പോകണമെന്നുള്ളത്. അപ്പം അത് ഭഗവാനായിട്ട് സാധിച്ചു തന്നു. മാത്രമല്ല, ഇവിടെ നിന്ന് മുരുടേശ്വരത്ത് ഞങ്ങൾ കാറിലാണ് കേട്ടോ പോകുന്നത്. ഓക്കെ, നമ്മൾ മുരുടേശ്വരത്ത് അമ്പലത്തിലെത്തി കേട്ടോ. കണ്ടില്ലേ ഗോപുരം എന്ത് ഭംഗിയായിട്ടാ പൊങ്ങി നിൽക്കുന്നതെന്ന്. പൊങ്ങി നിൽക്കുന്നതല്ല, എന്ത് ഭംഗിയായിട്ടാ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ വലിയൊരു കടലുണ്ട്. മൊത്തത്തില് എന്താ പറയാ, സൂപ്പറായിരുന്നു കേട്ടോ. അറ്റ്മോസ്ഫിയർ അടിപൊളിയായിരുന്നു. ഒരു സൈലന്റ് മോഡാണ്. മുരുടേശ്വരത്ത് പോയവർക്കൊക്കെ അറിയായിരിക്കും. അകത്തൊരു വല്ലാത്തൊരു ഫീലാണ്. അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോഴും നന്നായിട്ട് തൊഴാൻ പറ്റി. അതും വലിയൊരു കാര്യം. പിന്നെ നമ്മൾ ആ ഗോപുരത്തിന്റെ മുകളിൽ കയറി കേട്ടോ. 12ാമത്തെ നില വരെ എന്തോ പോവാൻ പറ്റത്തുള്ളൂ. നമ്മൾ അതുവരെ കയറിയോളൂ. അങ്ങനെ കയറി അവിടുത്തെ കാഴ്ചകള് അടിപൊളിയായിരുന്നു. എന്നുവെച്ചാൽ മുകളിൽ നിന്ന് അമ്പലം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റി. പിന്നെ വലിയ ഒരു നിരന്ന് കിടക്കുന്ന മഹാസമുദ്രം നമ്മൾ കണ്ടു. അതിന്റെ നടുക്ക് നിൽക്കുന്ന മഹാദേവൻ. എന്ത് രസമല്ലേ, അടിപൊളിയായിരുന്നു. നമുക്ക് കൂടുതൽ അതവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയക്കുറവ് മൂലം നമ്മൾ അവിടുന്ന് തിരിച്ച് യാത്രയായി. തിരിച്ചു വന്ന് മൂകാംബികയിൽ തന്നെ നമ്മൾ അന്നദാനം കഴിച്ചു കേട്ടോ. ഈ ചോറും പിന്നെ ബീട്രൂട്ട് കറി ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. രാത്രിയും നമ്മൾ ഇവിടെ തന്നെയാണ് അന്നദാനം കഴിച്ചത്. പിറ്റേന്ന് രാവിലെ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ പോകുന്നത് കുടജാദ്രിയിലേക്കാണ്. അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. കുടജാദ്രിയിൽ കയറി കഴിഞ്ഞാൽ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ 7 മണിയായപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ പുറത്ത്. മഴയത്ത് കുടജാദ്രിയിൽ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ മഴ കുറഞ്ഞ സമയത്ത് എന്നെ ഇതാ ജീപ്പ് കൊണ്ടുവന്നു. ഞങ്ങൾ ഈ ജീപ്പിലാണ് കേട്ടോ പോകുന്നത്. കുടജാദ്രിയിൽ ജീപ്പിലാണല്ലോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ജീപ്പിൽ കയറി. മഴ നല്ല കാര്യമായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ച് സമയമൊക്കെ നല്ല സ്ട്രെയിറ്റ് റോഡായിരുന്നു, നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നതാട്ടോ. പക്ഷെ പിന്നീടായപ്പോൾ ഓഫ് റോഡ് തുടങ്ങി. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ ഈ ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, എന്നാ ഇപ്പോഴാണ് കാണുന്നത്. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ പേടിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെ അവർ പേടിച്ചിട്ടൊന്നുമില്ല. നല്ല കൂളായിട്ട് തന്നെ ഇരുന്നു. ടോട്ടലി ഓഫ് റോഡ് കൊള്ളായിരുന്നു കേട്ടോ. ഈ പോകുന്ന ആ ഒരു ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫൈനലി ഞങ്ങളിതാ മേലെ എത്തി. ജീപ്പ് ഇതുവരെ ഉള്ളൂ കേട്ടോ. ബാക്കി അങ്ങോട്ട് നമുക്ക് നടക്കണം. അപ്പോൾ വാവകൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിതാ നടക്കാൻ പോവുകയാണ്. ഇതിനിടയിൽ ഒരു പ്രാവശ്യം ഞാൻ ഇവിടുന്ന് കപ്പടിച്ചു കേട്ടോ. കപ്പടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് വീണെണീറ്റു. പിന്നെ ഇവിടുത്തെ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് ഞങ്ങളിതാ മല കയറി തുടങ്ങി. നല്ല മഴ ആയതുകൊണ്ട് എല്ലാവരും റെയിൻകോട്ട് ഇട്ടു. പിന്നെ വാവകൾക്ക് പ്രശ്നമാവുമെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നം അവർക്ക് വന്നില്ല. അത് തന്നെ വലിയ കാര്യം. ഈ പോകുന്ന വഴി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിലിനി പ്രത്യേകിച്ച് എക്സ്പീരിയൻസ്
എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. കാരണം അത്രയ്ക്കും നല്ല അടിപൊളി സ്ഥലമായിരുന്നു. സംഭവം എന്താ പറയാ, നമ്മള് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പോകുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലെയായിരുന്നു. നല്ല എന്തോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മനസ്സിൽ ഇതുപോലൊരു സ്ഥലത്ത് പോകണമെന്നും ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അത് സത്യത്തിൽ സാധിച്ചു എന്നോണം പറയാൻ. സോ ഐ എം സോ ഹാപ്പി ആണ്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന്, അല്ലേ ഗൈസ്? തിരിച്ചു വരുമ്പോഴുള്ള വീഡിയോ ഒന്നും അധികം ഒട്ടും എടുക്കാൻ പറ്റിയില്ല. തിരിച്ചു വന്നപ്പോൾ നല്ല കുത്തൊഴുക്കായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറങ്ങിയത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ്. അപ്പൊ അതിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന് എല്ലാവരോടും സോറി പറയുന്നു. ഞങ്ങള് കുറെ ദൂരമൊക്കെ നടന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടുന്ന് വെള്ളവും ടെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. സാധാരണ മണ്ണ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും. ഇപ്പതാ ഞങ്ങൾ വെള്ളമാണ് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. കണ്ടില്ലേ ഗൈസ്, ഈ സ്ഥലത്തിനൊക്കെ എങ്ങനെയാണ് പറഞ്ഞു ഫലിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. കുറച്ച് ദൂരം നടന്ന്, മെയിനായിട്ട് ഇത്രയും ദൂരം നടന്ന് ലാസ്റ്റ് സർവജ്ഞ പീഠം കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് ഈ കൊളയട്ടേനെ നുള്ളിപ്പറക്കി. അത് 1-2 തവണ കയറിയപ്പോൾ പേടിയായിരുന്നു, പക്ഷെ പിന്നെ പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൽ നന്നായിട്ട് തൊഴുതു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി. പിറ്റേ ദിവസം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ട്രെയിൻ എത്തിക്കഴിഞ്ഞു ഗായ്സ്. അപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. മഴ ഞങ്ങൾ പോകുന്നത് വരെയും ഒരു രക്ഷയില്ലാതെ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ട്രെയിനിലെത്തി ഗായ്സ്. ഇനി ഇടയ്ക്ക് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് എന്നെ സംബന്ധിച്ച് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമായിരുന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗായ്സ്. ഫൈനലി ബൈ ബൈ.